രണ്ടാം വത്തിക്കാൻ കൗൺസിലിനെ കുറിച്ചുള്ള പഠന പരമ്പരയുടെ 15ാമത്തെ എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ എപ്പിസോഡിൽ സാംസ്കാരിക അനുരൂപണവും റീത്തുകളുടെ ദിവശാസ്ത്രവും എന്ന വിഷയമാണ് ചിന്തിക്കാനായിട്ട് ഉദ്ദേശിക്കുക. സാംസ്കാരിക അനുരൂപണത്തെക്കുറിച്ചും റീത്തുകളെക്കുറിച്ചുമൊക്കെ പിന്നീടും പൗരസ്ത്യ സഭകളെക്കുറിച്ചും സാംസ്കാരിക അനുരൂപണങ്ങളെക്കുറിച്ചുമുള്ള സഭയുടെ പഠനങ്ങൾ വിശദീകരിക്കുമ്പോഴേ നമ്മൾ ചർച്ച ചെയ്യുമെങ്കിലും ആമുഖത്തിൽ തന്നെ സാംസ്കാരിക അനുരൂപണം കത്തോലിക്കാ സഭയിൽ ഒരു പ്രധാനപ്പെട്ട വിഷയമായി പരിഗണിക്കാനായിട്ട് തുടങ്ങിയത് രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷമാണെന്ന് പറയാനായിട്ട് സാധിക്കും. ആഫ്രിക്കയിലും ഇന്ത്യയിലും ഏഷ്യയുടെ മറ്റ് രാജ്യങ്ങളിലുമൊക്കെ അവരവരുടെ സംസ്കാരത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും ദാർശനികതയുടെയും ഒക്കെ വെളിച്ചത്തിൽ ദൈവശാസ്ത്ര ചിന്തകൾ വളർന്നു വരണമെന്ന് സഭ ഔദ്യോഗികമായിട്ടും ദൈവശാസ്ത്രജ്ഞർ പ്രത്യേകമായിട്ടും ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്ത കാലഘട്ടമായിരുന്നു രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷമുള്ള കാലഘട്ടം. ഭാരതത്തിലാണെങ്കിൽ ഭാരത സംസ്കാരത്തിൻ്റെയും ഭാരത ദാർശനികതയുടെയും ഒക്കെ വെളിച്ചത്തിൽ ഭാരതീയ ദൈവശാസ്ത്രം വളരുന്നതിന് 16ാം നൂറ്റാണ്ട് മുതൽ വിവിധങ്ങളായ ദൈവശാസ്ത്രജ്ഞർ വിവിധങ്ങളായ ഭാരതീയ ക്രൈസ്തവ ദൈവശാസ്ത്രങ്ങൾ വളർത്തിയെടുത്തിട്ടുണ്ടെങ്കിലും രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം ഭാരതീയ ദൈവശാസ്ത്രം വളരുന്നതിന് കാരണമായി അതിനുള്ള പരിശ്രമങ്ങൾ ഔദ്യോഗികമായിട്ടും അനൗദ്യോഗികമായിട്ടും പലതും നടന്നു. ഒരു സഭ, ഒരു രാജ്യം, ഒരു സംസ്കാരം എന്ന ചിന്ത പോലും സഭ അംഗങ്ങൾക്കിടയിൽ ഉണ്ടായി. എന്നാൽ അത് പ്രായോഗികമല്ല എന്നും അവർക്ക് മനസ്സിലായി. ഭാരതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആരംഭത്തിൽ ഭാരതത്തിലെത്തിയ ആദിവാസികൾ, പിന്നീടുണ്ടായ ദ്രാവിഡർ, അതിനുശേഷം വന്ന ആര്യന്മാർ, പിന്നീടും കുടിയേറ്റങ്ങൾ പലതുമുണ്ടായി. വിവിധങ്ങളായ സമൂഹങ്ങൾ ഇവിടെ ഉള്ളത് കൊണ്ട് അവർക്കൊക്കെ ഓരോരുത്തർക്കും ഓരോ ദൈവശാസ്ത്രം എന്ന രീതി സാധ്യമല്ലെങ്കിലും പൊതുവായ സംസ്കാരത്തിൻ്റെ വെളിച്ചത്തിൽ ഒരു ദൈവശാസ്ത്രം വളർത്തിയെടുക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഏത് സംസ്കാരത്തിന് ആര്യന്മാരുടെയോ ദ്രവിഡരുടെയോ ആദിവാസികളുടെയോ എന്നൊരു ചിന്ത സമന്വയങ്ങളും സമഗ്രഹങ്ങളും ഒക്കെ ഒട്ടേറെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ആ ചിന്തകളും ഏതിനൂന്നൽ കൊടുക്കണമെന്ന ചിന്ത ഉണ്ടാകും. എളുപ്പമുള്ള ഒരു പദ്ധതി ആയിരുന്നില്ല. എന്നിരുന്നാലും സാംസ്കാരിക അനുരൂപണത്തിനും സാംസ്കാരിക ദൈവശാസ്ത്രത്തിനും തുടക്കമിടാനായിട്ട് രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് സാധ്യമായി. അതുപോലെ തന്നെയാണ് റീത്തുകളുടെ ദൈവശാസ്ത്രം. വ്യത്യസ്തങ്ങളായ 23 റീത്തുകളുടെ തനതായ ദൈവശാസ്ത്രങ്ങൾ വളർത്തിയെടുക്കുന്നതിനും അല്ലെങ്കിൽ അവരുടെ വളർന്നു വന്നിരുന്ന ദൈവശാസ്ത്രങ്ങളെ പരിപോഷിപ്പിക്കുന്നതിനും കൗൺസിലിന് ശേഷമുള്ള സഭയുടെ ഔദ്യോഗിക ശ്രമങ്ങൾ ശ്ലാഘനീയമാണ്. ഭാരതത്തിലാണെങ്കിൽ ലത്തീൻ റീത്തിൻ്റേത് മാത്രമല്ല, മലങ്കര, സീറോ മലബാർ റീത്തുകളുടെ ദൈവശാസ്ത്രത്തിനുമുള്ള ഊന്നൽ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം പ്രകടമായി. സാംസ്കാരിക അനുരൂപണവും റീത്തുകളുടെ ദൈവശാസ്ത്രവും അതുകൊണ്ട് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ നൽകിയ നല്ലൊരു സംഭാവനയായിട്ട് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കും.